ഇല്ലാത്ത പൈസ മുടക്കി ഒരു കല്യാണം ഞാൻ നടത്തി. നിന്റെയൊക്കെ കൂട്ടുകാരന്മാര് പന്നി വെറുകണക്ക് കുറെ എണ്ണം വന്നു കയറി തിന്ന് മുടിപ്പിക്കാൻ വേണ്ടി കണക്കെടുക്കട്ടെ ഞാൻ. നമ്മളെ കൂട്ടുകാരികൾ മാത്രമൊന്നും അല്ലല്ല, നിങ്ങളൊരു തൊഴിലുറപ്പിനുള്ള കുറെ സാധനങ്ങൾ വന്നിരുന്നല്ല. ഗീത വിളിച്ച ഞാനൊന്നും അല്ല, നിന്റെയൊക്കെ തന്ത എന്നാ. അവളെ ചീനി പിടിച്ചോണ്ടിരുന്നപ്പോ ചെന്ന് വിളിച്ചേക്കണം. പണ്ടേ നിന്റെ തന്തയ്ക്ക് അവളെ ചീനിയിലൊരു നോട്ടുണ്ട്, കമ്പൊടിച്ച് ഞാൻ വിടും. കാര്യം എന്തൊക്കെ പറഞ്ഞ ഒരു ചീനി നല്ല കളഞ്ഞതായിരുന്നേരി. 120 കുണുവ അംബിക, അവള് പമ്പി നിൽക്കണ ഓർമ്മയ്ക്കാണ് 120 കുണുവ കൊണ്ടു കൊടുത്തു വിട്ടത്. 100 രൂപ US ദീക്ഷിത് വരുമ്പോ 3-4 പേരായിട്ട് വരും മിണുങ്ങാൻ. അവളും കെട്ടിയവളും കൂടെയാണ് വന്നത്. എന്നിട്ട് 100 തൊലിയാണ് കൊണ്ടുവന്നത്. നാണം ഇല്ലാത്തവൻ. അയ്യോ 50 രൂപ ലളിത കൊണ്ട് തന്ന്. അവൾ 50 തന്നതേ ഭാഗ്യം. അവളെ 2 മക്കളെ കല്യാണത്തിന് ഞാൻ 2000 രൂപയ്ക്കാണ് കൊടുത്തത്. 50 തൊലി. അയ്യോ രമണൻ മാമൻ 500 രൂപ കൊണ്ട് തന്നു. എന്താ എന്നെ കാണുമ്പോ ഭയങ്കര സ്നേഹമാണ് അങ്ങേർക്ക്. ഞാൻ കറണ്ട് ബില്ല് അടയ്ക്കാൻ നിന്നപ്പോ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. അങ്ങേരാണെങ്കിൽ സർവത്തും അണ്ടിപ്പരിപ്പ് വാങ്ങിച്ചോട്ടെ തന്നു. അല്ലെങ്കിൽ രമണ മാമന് അണ്ടിപ്പരിപ്പരൊക്കെ ഇത്തിരി കൂടെ എന്നെ ഇപ്പോഴും. ഒച്ച വായില് വലിയ വർത്താനം പറയല്ലേ നീ. ആ മനുഷ്യമുള്ളതുകൊണ്ട് നിന്റെ ഒക്കെ തന്തയുള്ളതിന്റെ വിഷമം ഞാൻ അറിയില്ല. അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ. അതുണ്ട്, എന്നാലും പുള്ളി എനിക്ക് തരുന്ന ഒരു പിന്താങ്ങലുണ്ട്. അത് വേറെ ആർക്ക് പറ്റും? എന്തൊക്കെ പറഞ്ഞാലും ആ പൊട്ടിക്കാത്ത ഗിഫ്റ്റുകളെല്ലാം അതേ കണക്ക് മാറ്റിവേ. താഴെ കുറെ വീടുള്ള പാലയാച്ചുണ്ട്. ഇത് എന്നെ പൊതിഞ്ഞോണ്ട് കൊടുക്കാം. എല്ലാ ആൾക്കാരും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യണം. അല്ല 10 വയസ്സാണ്.